ഏറെ വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. അതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ദിലീപ് പറഞ്ഞത് തനിക്കെതിരെയാണ് വാസ്തവത്തിൽ ഗൂഢാലോചന നടന്നത് എന്നാണ്. മഞ്ജു വാര്യർ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് തനിക്കെതിരെ നീക്കങ്ങൾ ആരംഭിച്ചതെന്നും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയും കുറച്ച് ക്രിമിനൽ പോലീസുകാരും ചേർന്ന് തനിക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കിയെന്നുമാണ് ദിലീപിന്റെ പ്രതികരണം. എന്നാൽ ദിലീപ് ഈ പ്രതികരണം മുൻകൂട്ടി തയ്യാറാക്കിയതാണെന്ന് വ്യക്തമാണെന്ന് പറയുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ എം.വി. നികേഷ് കുമാർ. ഈ കേസിൽ നിന്ന് താൻ രക്ഷപ്പെടുമെന്ന് ദിലീപിന് നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാണെന്നും നികേഷ് പറയുന്നു. സർക്കാരിനും അതിജീവിതക്കും നേരത്തെയും വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ലെന്നും നികേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. വളരെ ശ്രദ്ധാപൂർവം നേരത്തെ തന്നെ തയ്യാറാക്കിയ പ്രതികരണമാണ് ദിലീപ് ഈ വിധിക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. കാരണം ഈ കേസിൽ നിന്ന് മോചിതനാകുമെന്ന് ദിലീപിന് വ്യക്തത ഉണ്ടായിരുന്നു. എന്നാൽ നീതിന്യായ വ്യവസ്ഥയിൽ അതിജീവിത ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പെട്ടെന്നൊരു പ്രതികരണത്തിലേക്ക് പോകാത്തത് എന്ന് വേണം കരുതാൻ. ഇവിടെ അതിജീവിതക്ക് മാത്രമല്ല, സ്റ്റേറ്റിനും നീതി കിട്ടിയിട്ടില്ല. ഈ കേസിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്നും രാജിവെച്ച് പോയത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കോടതി മാറ്റണമെന്ന് 2 തവണ അതിജീവിത മേൽക്കോടതികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് അംഗീകരിക്കപ്പെട്ടില്ല. ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അനീതിയുമുണ്ട്. മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ആ 3 തവണ ദുരുപയോഗം ചെയ്തത് എങ്ങനെയാണെന്ന് വിചാരണയെ ബാധിച്ചതെന്ന് കോടതി ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. വിചാരണ കോടതിയൊന്നും ഇക്കാര്യത്തിൽ നീതി ലഭിച്ചിട്ടില്ല. നീതിന്യായ വ്യവസ്ഥ ഇവിടെ അവസാനിക്കുന്നില്ല. ജുഡീഷ്യറിയുടെ അവസാന വാക്കല്ല ഈ വിചാരണ കോടതി. ഇനിയും കോടതികളുണ്ട്. വിചാരണ കോടതി എന്ന തടസ്സം മാറിക്കിട്ടി എന്നേ ഉള്ളൂ എന്നും നികേഷ് കുമാർ പറയുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. സമാനമായ പ്രതികരണം തന്നെയാണ് സിനിമാ പ്രവർത്തകയായ ഭാഗ്യലക്ഷ്മിയും പറയുന്നത്. വിധി 8-ാം തീയതി എന്ന് പറഞ്ഞ നിമിഷം മുതൽ അതിജീവിതക്ക് അടക്കം വരുന്നത് നെഗറ്റീവായ മെസ്സേജുകളാണെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. നേരത്തെ എഴുതി വെച്ച കാര്യങ്ങൾ ഇന്ന് വായിച്ചു. ഇത്രയധികം സാക്ഷികളും തെളിവുകളും ഉണ്ടായിട്ടും അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. എവിടെയാണ്, ഏത് കോടതിയിലാണ് നീതി പ്രതീക്ഷിക്കേണ്ടത്? ദൈവത്തിന്റെ കോടതിയുണ്ട്. കർമ്മ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിക്കും. ഓരോ കോടതിയെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. തെരുവിൽ അനുഭവിച്ചതിനേക്കാൾ അവൾ കോടതി മുറിയിൽ അനുഭവിച്ചു. 9 ദിവസം അവളെ മാനസികമായി പീഡിപ്പിച്ചു, തളർത്തി. ഒരു അതിജീവിതയോട് കാണിക്കേണ്ട സഹതാപം ആരും അവരോട് കാണിച്ചില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. അതേസമയം തന്നെ ഇത് അന്തിമ വിധിയല്ലെന്ന് ബി. സന്ധ്യ IPS പ്രതികരിച്ചു. ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞു. ഗൂഢാലോചന കുറ്റം തെളിയിക്കൽ എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. ഇനി മേൽക്കോടതിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അന്തിമ വിധി ആയിട്ടില്ല, കാത്തിരിക്കാം എന്നാണ് സന്ധ്യ പറയുന്നത്. കേരള സർക്കാർ ഈ കേസിൽ അപ്പീൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിജീവിതക്ക് ഒപ്പം തന്നെയാണെന്ന് വീണ്ടും അടിവരയിട്ട് പറയുകയാണ് കേരള സർക്കാർ. വിചാരണ കോടതി ഏകപക്ഷീയമായി പെരുമാറുന്നു എന്ന് ആരോപിച്ച് സുപ്രീം കോടതിയിലും രാഷ്ട്രപതിക്കുമൊക്കെ പരാതി നൽകിയതാണ് അതിജീവിത. ഈ വിചാരണ കോടതിയിൽ നീതി കിട്ടില്ലെന്ന് അവർ മുൻപേ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ കേസിന്റെ അന്തിമ വിധി സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ആയിരിക്കും. അതേസമയം മഞ്ജു വാര്യർക്കെതിരെ ദിലീപിന്റെ പ്രതികരണം ഉണ്ടായതോടെ മഞ്ജുവിനെതിരെ സൈബർ ആക്രമണം ശക്തമാവുകയാണ്. ഒരു സിനിമയുടെ പോസ്റ്റർ പങ്കുവച്ചുള്ള മഞ്ജു വാര്യരുടെ പോസ്റ്റിന് താഴെയാണ് വിദ്വേഷ പരാമർശങ്ങളും തെറി പ്രയോഗങ്ങളും വന്ന് നിറയുന്നത്. ദിലീപ് അനുകൂലികളുടെ അഴിഞ്ഞാട്ടമാണോടെ. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള പോസ്റ്റർ പങ്കുവച്ചാണ് ചിലരുടെ പ്രതികരണം. ദിലീപ് കേസ് നിന്റെ കളിയാണല്ലേ, എന്തിനാണ് ഒരു നിരപരാധിയെ കുടുക്കിയത് എന്നിങ്ങനെയാണ് ചിലർ ആ പോസ്റ്റിന് താഴെ കമന്റ് ഇടുന്നത്. കൂടാതെ ദിലീപും കാവ്യമാധവനും ഒന്നിച്ചുള്ള ചിത്രങ്ങളും ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ള TV ചാനൽ സ്ക്രീൻഷോട്ടുകളും ഉൾപ്പെടെ അവർ പങ്കുവെക്കുന്നുണ്ട്.